നമസ്കാരം ഡോക്ടർ. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് റമദാൻ്റെ സമയത്താണ്. ഇപ്പോൾ നോമ്പൊക്കെ ഇസ്ലാം മതവിശ്വാസികൾ നോമ്പ് അനുഷ്ഠിക്കുന്നൊരു സമയമാണ്. പുറത്ത് കടുത്ത ചൂടാണ്. അപ്പോൾ ഇത്തരത്തിൽ കടുത്ത ചൂട് നിൽക്കുന്നൊരു സാഹചര്യത്തിൽ നോമ്പ് കൂടിയാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടല്ലോ, സ്റ്റോണുള്ള ആളുകൾ, അങ്ങനെ അവർക്ക് വെള്ളം തീരെ ഒഴിവാക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ. അത്തരം ആളുകൾക്ക് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ജനറലായി പറഞ്ഞു കൊടുക്കാമോ എന്നൊരു സംശയം ഒരാൾ ഉന്നയിച്ചിട്ടുണ്ട്. ഒന്ന് വിശദമായി ഒന്ന് കൊടുക്കാം. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാനപ്പോൾ ഒത്തിരി വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസിൽ ഈ നോമ്പ് കാലത്ത് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന രണ്ട് അസുഖങ്ങളാണ്. ഒന്ന് യൂറിനറി ഇൻഫെക്ഷൻ വരും, രണ്ട് സ്റ്റോണ്, കല്ലിൻ്റെ അസുഖം. അതായത് ഇൻഫെക്ഷൻ ഇപ്പം ഈ വെള്ളം കുടിക്കുന്നതിനകത്ത് എന്തായാലും കുറച്ച് കുറവ് കാണുമായിരിക്കും. രാത്രിയിൽ നമ്മൾ കുടിച്ചാലും അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത കുറവാണ്. അത്രയും നമുക്ക് കുടിക്കാനൊക്കെ തരില്ല ഒന്നിച്ച്. അപ്പോൾ ഈ ഇൻഫെക്ഷൻ, പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ഈ സാധ്യത വളരെ കൂടുതലാണ്. ഇൻഫെക്ഷൻ നേരത്തെ വന്നിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ഇതുമായിട്ട് കോമോർബിഡിറ്റീസ്, ഷുഗർ ഉള്ളവർ കാണും, വേറെ എന്തെങ്കിലും മറ്റ് അസുഖങ്ങളുള്ളവർ കാണും. ഇവർക്കൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഈ വെള്ളമൊന്നും കുടിക്കുന്നത് കുറവായാൽ ഇൻഫെക്ഷനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ നേരത്തെ പലരും വരുമ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും, ആ സമയത്ത് നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്ത് വൈകിട്ട് വെള്ളം കുടിക്കുന്നത് ഇച്ചിരി കൂടുതൽ കുടിക്കണം, അല്ലെങ്കിൽ അങ്ങനെ അത് മാനേജ് ചെയ്യണം എന്ന് ഞാൻ പറയാറുണ്ട്. അങ്ങനെ അതാണ് ഒരു കാരണം, ഇൻഫെക്ഷൻ. രണ്ടാമത് ഞാൻ വളരെ കൂടുതലായിട്ട് കാണുന്നത് ഈ സമയം, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോഴത്തെ ഈ ചൂടൂടായി കഴിയുമ്പോഴത്തേക്ക് വെള്ളം കൂടെ കുറയുമ്പോഴത്തേക്ക് യൂറിൻ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പം നല്ല കോൺസെൻട്രേറ്റഡ് യൂറിനകത്ത് ചെറിയ സ്റ്റോൺ ഫോം ചെയ്യും. ഈ ശരിയായിട്ടും ഈ സ്റ്റഡീസൊക്കെ നോക്കിയാൽ സ്റ്റോൺ ഉണ്ടാകാൻ ഒരു ദിവസം മതി എന്നാണ് പറയുന്നത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു ന്യൂക്ലിയസ് ഉണ്ടാകും സ്റ്റോണിൻ്റെ. അപ്പം നമ്മൾ വെള്ളം തീരെ കുറഞ്ഞ ഡീഹൈഡ്രേഷനൊക്കെ വരുവാണെങ്കിൽ, പ്രത്യേകിച്ച് ചൂടൂടാകുമ്പോഴത്തേക്ക് സ്വെറ്റിങ്ങും ഒക്കെ കൂടത്തില്ലേ, വേർപ്പ് വരും. അപ്പോൾ യൂറിൻ്റെ ഔട്ട്പുട്ട് കുറയും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം കൂടുതലായിട്ട് കുടിച്ചില്ലെങ്കിൽ ഈ കോൺസെൻട്രേറ്റഡ് യൂറിന് ക്രിസ്റ്റലൈസേഷൻ ഉണ്ടാകും, ക്രിസ്റ്റൽസ് വരും ആദ്യം. ഈ ക്രിസ്റ്റൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പല ക്രിസ്റ്റൽ ഒന്നിച്ച് ചേരുമ്പോഴാണ് ഒരു സ്റ്റോൺ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതനുസരിച്ച് വെള്ളം കൂടുതൽ കുടിക്കണം, അത് മാത്രമേ ഉള്ളൂ. നമ്മൾ വെള്ളം കുടിക്കുന്ന സമയമാകുമ്പോൾ വെള്ളം ഇച്ചിരി കൂടുതൽ കുടിക്കണം, അത്രയേ ഉള്ളൂ അതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം. പക്ഷേ ഒത്തിരി ആൾക്കാരിങ്ങനെ ഈ വേദന, ഈ സ്റ്റോണിൻ്റെ വേദനയായിട്ട് വരാറുണ്ട്, ഇൻഫെക്ഷനുമായിട്ടും വരാറുണ്ട്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഞാൻ ശ്രദ്ധിച്ച രണ്ട് കാര്യങ്ങൾ, നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ. നോമ്പ് തുറന്നതിന് ശേഷം നന്നായി വെള്ളം കുടിക്കുക, അതല്ലേ സാധാരണ കുടിക്കുന്നതിനേക്കാൾ ഒരല്പം കൂടുതൽ കുടിച്ചാലും തെറ്റില്ല. കാരണം ഇപ്പോൾ അത്രയും കടുത്ത ചൂടാണ് പുറത്ത്. ആ ഒരു സാഹചര്യം നമ്മൾ കൂടി ഒന്ന് കണക്കിലെടുത്തുകൊണ്ട്, ആരോഗ്യം കൂടി ഒന്ന് കണക്കിലെടുത്തുകൊണ്ട് നന്നായി വെള്ളം കുടിക്കുക. നോമ്പൊക്കെ തുറന്ന് പിറ്റേ ദിവസം നോമ്പെടുക്കുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ രാത്രി സമയത്ത് നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇത്തരം ഒരു അസുഖം വരാതിരിക്കാനുള്ള ഒരു പ്രതിവിധി, അല്ലേ ഡോക്ടർ? അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.